മെല്ലെ മെല്ലെ. യെസ് 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 യെസ്. ഇങ്ങോട്ടേക്ക് എല്ലാവരും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മസിനഗുഡി വഴി മല്ലിക്കോരയിലെ മലകൾ താണ്ടി ഊട്ടിയിലൂടെ സോളൂർ എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഈ സ്ഥലം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ കിട്ടുള്ളൂ. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത്തവണത്തെ പെരിന്തൽമണ്ണ KTMൻ്റെ അർബൻ എസ്കേപ്പ് റൈഡ് നടക്കുന്നത് ഊട്ടിയിലെ മല്ലിക്കോരയിലേക്കും അതേപോലെ ഷോളൂർ എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ വൈക്കടവിലെ ഗാലക്സി ഹോട്ടലിലേക്ക് എത്തി. അവിടേക്ക് മറ്റ് ഗ്യാങ്ങുകളെല്ലാം എത്തി. അവിടെ ബാക്കിയുള്ളവരൊക്കെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നിന്നാണ് വരുന്നത്. ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത്. കാരണം നമ്മൾ ഈ സൈഡിലൂടെ പോകണോണ്ട് ഞാൻ ഇവിടുന്ന് ജോയിൻ ചെയ്തു. മുനീഫ്, ശ്യാം, ജൂനു എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ വിച്ചറൊക്കെ അവിടെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാ ടീമുകളും വന്നിട്ടുണ്ട്. ഇത്തവണ കുറച്ച് പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതേപോലെ ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് രാവിലെ വേറൊരു ഗ്രൂപ്പിൻ്റെ ടീം അവിടെ റൈഡിന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പോകുന്നത് മസിനഗുഡി വഴി ഊട്ടിയിലാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് മസിനഗുഡി വഴി കയറിയിട്ട് മല്ലിക്കോരയിലെ മലകൾ താണ്ടി ഊട്ടിയിലെത്തി. ഊട്ടിയിൽ നിന്ന് പിന്നെ ഷോളൂർ എന്ന കൊച്ചു സുന്ദര ഗ്രാമത്തിലേക്കാണ് കേട്ടോ. ഇതുവരെ നിങ്ങളാരും ഇത് കണ്ടിരിക്കില്ല സ്ഥലം. ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പം ഞങ്ങൾ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പൊറോട്ടയും അപ്പം മുട്ടക്കറിയായിട്ടൊക്കെ ഉള്ള കടലക്കറി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് വേണ്ട ഐറ്റംസ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും സെപ്പറേറ്റ് ഇരുന്നിട്ട് എല്ലാവരും പഴയ സൊറ പറഞ്ഞിരുന്നിട്ട് ഭയങ്കര രസമായിരുന്നിട്ട് ആ രാവിലത്തെ ഈ ഫുഡിങ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ടീം അവർക്ക് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഹോട്ടലിന് മുന്നിൽ കൂടെ തന്നെയാണ്. കൂടുതലും കളിക്കുന്നത് അശ്വിനാണ്. ജൂനു ഇറങ്ങി. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി ബാഗുകളൊക്കെ ഞങ്ങൾക്ക് എസ്കോർട്ട് വരുന്ന ആംബുലൻസിൽ സെറ്റ് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണ് നേരെ ചെന്ന് കയറിയത്. ആദ്യം പോകുന്നത് ഗൂഡല്ലൂർ നാടുകാണിയിലെ ഹട്ടിയിലേക്കാണ് കേട്ടോ. ഹട്ടിയിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ കരുതി. കാരണം ഹട്ടിയിലേക്ക് ഫസ്റ്റ് ടൈം വരുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി ഒരുപാട് തവണ പോയതാണ്. എങ്കിലും ഇവരെയും കൂട്ടി ആ സ്ഥലങ്ങളിലേക്ക് പോയി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായി. അപ്പോഴേക്കും അവിടെ ഒരു ലോക്കൽ ഒരാൾ വന്നു. പുള്ളി പോലീസിനാരെ വിളിക്കുന്നത് കണ്ടു. കാരണം ഇവിടെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ ടൈഗർ റിസർവ് ഒക്കെ ആണ്. അപ്പോൾ അത് കാരണം ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ആ ചേട്ടൻ ഇപ്പോൾ സ്കൂട്ടിമ്മ പോയ ചേട്ടൻ ചെറിയൊരു പണി തന്നു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് നിന്ന് വിളിക്കുന്നത് ഞങ്ങൾ കണ്ടു. അത് കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാം അവിടെ നിന്ന് സ്കൂട്ടായി. കാരണം അവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ഫൈന് വാങ്ങേണ്ടി വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയിട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. ഞങ്ങൾക്ക് ലൊക്കേഷൻ 2-3 സ്പ്ലിറ്റായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ആദ്യം മസിനഗുഡി, അത് കഴിഞ്ഞിട്ട് മല്ലിക്കോര, പിന്നെ ഊട്ടി ടൗണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ തിരിച്ച് ഗൂഡല്ലൂർക്ക് വരുന്ന റൂട്ടിലാണ് കേട്ടോ ഈ ഷോളൂറാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം കളയാൻ പറ്റില്ല. പിന്നെ ഊട്ടിയിൽ ഞങ്ങൾ പോണ സമയത്ത് ഭയങ്കര തണുപ്പാണെന്നൊക്കെ കണ്ടിരുന്നു ന്യൂസിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പോണ സമയത്ത് ഫ്യൂല് ഗൂഡല്ലൂർ പെട്രോൾ പമ്പിൽ നിന്ന് ചാർജ് ചെയ്തിട്ടോ പോയത്. അങ്ങനെ ഗൂഡല്ലൂർ ടൗണ് കഴിഞ്ഞ് ഞങ്ങൾ ബന്ദിപ്പൂർ വനാന്തര മേഖലയിൽ എത്തിയിട്ടോ. ബന്ദിപ്പൂർ നല്ല ഓപ്പൺ റോഡാണ്. നമുക്ക് വണ്ടികളൊക്കെ വളരെ കുറവാണ്. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഹമ്പുകളുണ്ടാവും. അതേപോലെ മൃഗങ്ങളടക്കം നമുക്ക് ക്രോസ് ചെയ്യണം കാണാം. അവിടെ ആനൻ്റെ ശല്യം ഭയങ്കരമാണ്. ചില ആനകൾ നമ്മളെ പുറകെ കൂടുകയൊക്കെ ചെയ്യും. നിങ്ങൾ കുറേ റീലിലൊക്കെ കണ്ടിട്ടും ആനകളൊക്കെ പുറകെ കൂടിയിട്ടുള്ള വീഡിയോസൊക്കെ അതൊക്കെ ഈ ലൊക്കേഷനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടികൾ ഓപ്പോസിറ്റ് വരാത്ത സമയത്ത് ഞങ്ങളിങ്ങനെ നിരന്നു പോകും. അല്ലാത്ത സമയത്ത് വണ്ടികൾ വരുന്ന സമയത്ത് ഞങ്ങൾ ലൈനപ്പായിട്ടും പോകും. അപ്പോൾ ഞങ്ങളങ്ങനെ നല്ലപോലെ മൂവായി പോയി. അവിടെ അന്ന് ഞങ്ങൾ പോയപ്പോൾ ജസ്റ്റ് 2 ആനനെയൊക്കെ കണ്ടു, അത്രേ കണ്ടുള്ളൂ. വലിയ വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയില്ല. അതൊരോ ഭാഗ്യമാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ മസിനഗുഡി റോഡിൽ നല്ല വെച്ച് കയറിയിട്ടോ. കാരണം എന്താ വെച്ചാൽ അത് നല്ല ഓപ്പൺ റോഡാണ്. അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഫോറസ്റ്റ് ഏരിയ, നമുക്ക് ലോങ് സൈറ്റ് കിട്ടും. നമ്മളെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് നമുക്ക് സൈറ്റാണ്, വിസിബിലിറ്റിയാണ്. അപ്പോൾ വിസിബിലിറ്റി കിട്ടുന്ന റൂട്ടിന് നമ്മൾ നല്ല പിടിച്ച് കയറും. കാരണം നല്ല എയർ പിൻറ്റുകൾ ബെൻഡ് അതൊക്കെ കയറ്റിറക്കൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ വെല്ലേ പോകുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലോങ് സൈറ്റ് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സമയം കളയാതെ നേരെ കയറി. ഇവിടെ ഈ
കാടൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാട്ടുതീ ഈ അടുത്ത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും സൈഡിലേക്ക് സിസറൊക്കെ വലിച്ചിട്ട് സൈഡിലേക്ക് ഇടരുത്. കാരണം എന്താ വെച്ചാൽ കാട്ടുതീ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാട്ടിൽ ഒരുപാട് സസ്യങ്ങളും അതേപോലെ മരങ്ങളും അതിലേറെ ഉപരി ഒരുപാട് മൃഗങ്ങളുള്ള സ്ഥലമാണ് ഈ മസനഗുഡി ഫോറസ്റ്റ്. നല്ല കരടിയൊക്കെ ഇഷ്ടം പോലെയുള്ള ഏരിയയാണ്. കരടി ഉണ്ട്, കാട്ടിപ്പോത്തുണ്ട്, മാനുണ്ട്, ആനുണ്ട്, കടുവുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, പുലികളൊക്കെ ഉണ്ട്. ഒരുപാട് വന്യമൃഗങ്ങൾ ചേരുന്ന ഒരു ഏരിയയാണ് ഊട്ടി, മസനഗുഡി, തൊപ്പക്കാട്, ബന്ദിപ്പുരി ഫോറസ്റ്റ് ഏരിയ. പണ്ട് നമ്മളെ വീരപ്പനൊക്കെ വിലസിയിരുന്ന കാടാട്ടോ ഈ മസനഗുഡിൻ്റെ ബാക്ക് സൈഡ് നമ്മളെ സത്യമംഗലം കാടായിട്ട് ടച്ച് വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് മസനഗുഡി ടൗണിലേക്കാട്ടോ. ഈ മസനഗുഡി ടൗണിലേക്കുള്ള യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ട് കേട്ടോ. മസനഗുഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിലും ആ റോഡാണ് നമുക്ക് പ്രത്യേക. നല്ല പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന ലോങ് സൈറ്റായിട്ട് കിടക്കുന്ന റോഡും തൊട്ട് മുന്നിലായിട്ട് നമുക്ക് കല്ലട്ടി ചുരം, ആ പാറക്കെട്ടുകളും ആ മലകളും കാണാം. അങ്ങനെ ഞങ്ങൾ കയറി ഇഷ്ടം പോലെ അമ്പുണ്ട് കേട്ടോ പോണ വഴിക്ക്. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ നമ്മൾ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും വണ്ടി നിർത്താൻ പാടില്ല കേട്ടോ. അത്രയും ഡേഞ്ചർ സ്ഥലങ്ങളാണ്. വണ്ടി നിർത്തിയപ്പോൾ ഫോറസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് ഫൈൻ കിട്ടും. ഇപ്പോൾ ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വല്ലാത്തൊരു അനുഭവമാണെന്നുള്ള റീല് വന്നതിന് ശേഷം എല്ലാ ഏരിയകളിലും നമ്മൾ ഫോറസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് സബ് റോഡുകൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ 2 പേര് അല്ല 1 പേര് ബൈക്കുമ്പോൾ നിൽക്കുന്നുണ്ടാവും നമുക്ക് ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പോകുന്ന ആൾക്കാർ ചെറിയ ചെറിയ റോട്ടിലേക്കൊന്നും കയറരുത്, ഓഫ് റോഡ് തിരഞ്ഞു പോകരുത്. പോയി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. 2000, 5000 രൂപ വെച്ചിട്ടാണ് ഫൈൻ കിട്ടുക. അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പം ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് തലവേദനയാണ്. കാരണം നമ്മൾ ഒരു വന്യമൃഗ സംരക്ഷിത മേഖലയിൽ കൂടെ നമ്മൾ ബൈക്കോ അല്ലെങ്കിൽ കാറും കൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മളെ വിനോദത്തിന് പോവുകയാണ്. അപ്പോൾ ഒരിക്കലും വന്യമൃഗങ്ങൾക്കൊന്നും ശല്യമാവുന്ന രീതിയിൽ നമ്മൾ പോകരുത്. അതേപോലെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ മാക്സിമം നിൽക്കുക. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബൈക്ക് യാത്രക്കൻ്റെ പുറകെ പുറകെ കൂടിയതൊക്കെ ജസ്റ്റ് ഒന്ന് മിസ്സായതാണ്. കാരണം ആനൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായി, അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഈ ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ ആനകളുണ്ടാകും. കാരണം നമ്മൾ ഈ ബെൻഡുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാൽ കല്ലട്ടിച്ചുരം കയറിയതിന് ശേഷം ഈ കാണുന്ന വഴിയിലൂടെ താഴത്തേക്ക് ഇറങ്ങാണ് വേണ്ടത്. നേരെ പോയ ഊട്ടിയാണ്. നമ്മൾ മസനഗുഡിക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് നേരെ ഈ റൂട്ടിന് താഴത്തോട്ട് ഇറങ്ങിയാലാണ് മല്ലിക്കോര റൂട്ട്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്തു. അവിടുന്ന് വീണ്ടും ഞങ്ങൾ റൈഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മല്ലിക്കോരൻ്റെ വ്യൂ പോയിൻ്റ് എത്തിയോ. ഇതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ 1 വരുന്നത്, മല്ലിക്കോരൻ്റെ വ്യൂ പോയിൻ്റ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നമ്മളെ കൊടൈക്കനാലൊക്കെ പോലെ ഇങ്ങനെ തട്ടായിട്ട് കിടക്കുന്ന കൃഷി സ്ഥലങ്ങളാണ് മെയിനായിട്ട്. പിന്നെ മെയിനായിട്ട് അവിടുത്തെ ക്ലൈമറ്റ്, പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ഏരിയയാണ്. ഊട്ടിയിലെ ഒരു പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു വില്ലേജ് റിമോട്ട് ഏരിയയാണ്. നല്ല രസമായിട്ടൊക്കെ കാണാൻ. നമ്മൾ ഒരുപാട് തവണ ഊട്ടിയൊക്കെ പോയിട്ടുണ്ട്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡന്, റോസ് ഗാർഡനൊക്കെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ റൂട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. കാരണം എന്നും പോകുന്ന റൂട്ടൊക്കെ മാറ്റിയിട്ട് ഈ റൂട്ടൊക്കെ ഒന്ന് മല്ലിക്കോര വഴിയൊന്ന് ഊട്ടിക്ക് പോയി നോക്കുക. നിങ്ങൾക്കൊരു വ്യത്യസ്ത അനുഭവം കിട്ടുക ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. അങ്ങനെ ഞങ്ങൾ മല്ലിക്കോര എത്തി. അവിടുന്ന് വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ തുടങ്ങി. സ്ലോ മോഷനിലൊക്കെ വീഡിയോ എടുത്തിട്ട് അശ്വിനൊക്കെ ഭയങ്കര ഓട്ടാട്ടോ. അശ്വിനൊക്കെ ഭയങ്കര സംഭവമാണ്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക് സൈഡിലായിരുന്നു. വേറൊരു വീഡിയോ അഫ്സലൊക്കെ എടുക്കുന്നുണ്ട്. ആ സെയിം ടൈമിൽ തന്നെ ഫ്രണ്ടിൽ വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. ആ ടൈമിലേക്ക് അശ്വിനൊക്കെ പറന്നങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചാട്ടം ചാടിയപ്പോൾ തന്നെ അശ്വിന് അങ്ങ് ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെ ഇവനൊക്കെ ഇത്ര എനർജി ആയിട്ട് മുന്നോട്ട് പോകണമെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. കണ്ടോ, ഓടിപ്പോവാണ്, പറക്കാണ് ആൾക്കാരുടെ മേളിൽ കൂടെ. അങ്ങനെ ഞങ്ങളൊന്ന് വീഡിയോസൊക്കെ കുറേ എടുത്തു, കുറേ റീലൊക്കെ എടുത്തു. ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അജൂബിൻ്റെ ഫ്രണ്ട് ശ്രീനാഥ്, അതൊക്കെ ഷോറൂം സ്റ്റാഫുകൾ, മുനീർ, അവൻ്റെ സിസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വൈബ് വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു മൊമെൻറ്റിൽ തന്നെയായിരുന്നു ഞങ്ങൾ റൈഡിൻ്റെ ആ നിമിഷങ്ങളിൽ. കാരണം ഈ യാത്രയിൽ ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനി ഇവരൊക്കെ ആയിട്ട് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഇനി എന്നാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയെന്നറിയില്ല. നെക്സ്റ്റ് റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ടു. ഈ ഏരിയ നിങ്ങൾ ഒരിക്കലെങ്കിലൊക്കെ കാണണം കേട്ടോ. മല്ലിക്കോര ഭാഗമാണ് കാണുന്നത്. ഇവിടെ കുറച്ച് വീഡിയോസ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. കാരണം വീഡിയോ അല്ലെങ്കിൽ തന്നെ നല്ല ലോങ് ആവും. അതുകൊണ്ട് കുറേ വീഡിയോസ് കട്ട് ചെയ്ത് ഒഴിവാക്കി. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ ബോട്ടോസിൻ്റെ ചിൽഡ്രൻസ് പാർക്കിലാണ് ഞങ്ങൾ എത്തിയത്. ഊട്ടി ടൗണിൽ നിന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു.
എന്നിട്ട് ഞങ്ങൾ പാർസൽ വാങ്ങി ആംബുലൻസിലൂടെ കൊണ്ടുവന്നു. ഇവിടുന്നാണ് കഴിച്ചത്. ഇവിടെ കഴിക്കാൻ നമുക്ക് ഇരുന്ന് കഴിക്കാം. അതേപോലെ കൈ കഴുകാനും വാഷ്റൂമും ബാത്റൂമും ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഖമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഷോളൂറിലേക്കാട്ടോ പോകുന്നത്. ഷോളൂറിലേക്ക് പോകുന്ന റൂട്ടാണെങ്കിൽ നമ്മൾ ഊട്ടി ഗൂഡല്ലൂർ റൂട്ടിന് വന്നിട്ട് നേരെ വരുന്നത്. ഇപ്പോൾ താഴത്തേട്ട് പോയതിൽ നമ്മൾ നേരത്തെ പോയ മസനഗുഡി റൂട്ടാണ്. അങ്ങനെ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ സോളൂറിലേക്കാട്ടോ പോണത്. ഊട്ടിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ പോണേ. അത് ഊട്ടി ഗൂഡല്ലൂർ റൂട്ടിലാണ് കേട്ടോ. ഊട്ടി ഗൂഡല്ലൂർ റൂട്ടൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് ടാർ ചെയ്ത് നല്ല റോഡിന് വീതിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല സുഖം കേട്ടോ. ഫുൾ ആയിട്ടില്ല, നമുക്ക് പായിക്കരൻ്റെ കുറച്ച് ഇപ്രഭാഗം വരെ ആയിട്ടുള്ളൂ. ഗൂഡല്ലൂരിന് മേലെ ഗൂഡല്ലൂർ പഴയ ഗൂഡല്ലൂർ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. റോഡ് പണിയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ രാത്രി റൈഡ് ചെയ്യുമ്പോൾ ചില സ്ഥലത്തൊക്കെ കാന കീറിയിട്ട് ഭയങ്കര കുഴിയും കട്ടറൊക്കെ ഉണ്ട്. അപ്പം വണ്ടി അതിൽ കുടുങ്ങാൻ ചാൻസ് കൂടുതലാണ്. ഈ ഏരിയയിലൊക്കെ ടാറിങ് നല്ല ഫിനിഷിംഗ് ആണ്. നമുക്ക് നല്ല വീതി ഉണ്ട് ഇപ്പോൾ റോഡിന്. ഈ വീതി നമ്മൾ ഗൂഡല്ലൂർ വരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖം കേട്ടോ. കാരണം ഊട്ടിയിലേക്ക് പോകുന്ന ട്രാഫിക് അതേപോലെ നമ്മളെ ടൈം ഒരുപാട് കുറയും. ഇപ്പം എന്താ വെച്ചാൽ ഊട്ടി തിരിച്ച് വരുമ്പോൾ നമ്മൾ ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നൊക്കെ റോഡിന് ഭയങ്കര വീതി കുറവാണ്. അത് കാരണം തന്നെ ഓപ്പോസിറ്റ് വണ്ടികളൊന്നുമല്ല, നമ്മൾ ഒരുപാട് ടൈം ട്രാഫിക്കിൽ പെട്ടു പോവാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ടൈം അങ്ങനെ കുടുങ്ങിയിരുന്നു. ഇങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി വരണം കേട്ടോ നമ്മളെ ലൊക്കേഷനിലേക്ക്. നിങ്ങൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഈ ലൊക്കേഷനിൽ. അപ്പം നിങ്ങൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഇവിടേക്ക് ഒരു ടൈം കണ്ടെത്തി വരിക. ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുന്ന നേരത്ത് ഇവിടേക്ക് കയറുകയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഈ സൂര്യോദയമൊക്കെ കാണാൻ പറ്റുന്ന സമയം കേട്ടോ. നിങ്ങൾ ഈ ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ അതാണ് ഈ റൂട്ട് വന്നിട്ട് നമ്മളെ ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ പോലെ ഒരു കവല പോലെ കാണും. വലത്ത് ഭാഗത്തേക്ക് ചെറിയൊരു കട്ടിങ് റോഡ് കണ്ടോ, ഒരു ഓവുപോലൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് നേരെ കയറുക. ഇതാണ് നമ്മളെ ഷോളൂറിലേക്ക് പോണ റൂട്ട് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്കൊരു കാണാൻ വലിയ കാഴ്ചയില്ലാത്ത റോഡ്. കുറച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടീ എസ്റ്റേറ്റാണ് കേട്ടോ. നമ്മൾ മറ്റേ ഗൂഡല്ലൂരും മൂന്നാറൊക്കെ കാണുന്ന അതേ അല്ലെങ്കിൽ അതിലേറെ ഒരുപാട് ഭംഗിയുള്ള ടീ എസ്റ്റേറ്റാണ്. ഈ ടീ എസ്റ്റേറ്റിന് പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം, നല്ല വൈബേകരം. കാരണം താഴെ ഭാഗത്തേക്ക് ഒരുപാട് വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളാണ്. റോഡിന് 2 സൈഡും ടീ എസ്റ്റേറ്റാണ്. അധികം ആരും തന്നെ വരാത്തൊരു ഏരിയ എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങൾ പോകുന്ന സമയത്തൊന്നും നമ്മൾ വേറെ ടൂറിസ്റ്റുകളിൽ നിന്ന് കണ്ടിട്ടില്ല. ഈ ലൊക്കേഷൻ ഞാൻ അറിയുന്നത് എൻ്റെ കൂട്ടുകാരൻ മുഖേനയാണ് കേട്ടോ. അവർ വേറെന്തോ കാര്യത്തിന് ഇവിടെ വന്നപ്പോൾ ഈ ലൊക്കേഷൻ അങ്ങനെ കണ്ടതാണ്. അവൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഞാനും മുനീഫൊക്കെ ആദ്യം ഒരു പ്രീ റൈഡ് പോയി. അങ്ങനെ ഞങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പം റൈഡ് പോകുന്നത്. അങ്ങനെ ഈ റോഡിൽ കൂടെ നല്ല നമ്മൾ പോണ സ്ഥലത്ത് തന്നെ നമുക്ക് ഫൈൻ ഫോറസ്റ്റൊക്കെ കിട്ടും. അവിടെ കുറച്ച് ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. അവിടെ ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പോകുന്ന ഈ ഡെസ്റ്റിനേഷനിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. ഷോളൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമപ്രദേശം കേട്ടോ. ചെറിയ 2-3 കടകളൊക്കെ ഉണ്ടായിട്ട് സ്ഥലമാണ്. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പെട്രോൾ വണ്ടിയിൽ ഫില്ലാക്കിയിട്ട് വേണം വരാൻ. കാരണം ഈ ഏരിയയിലൊന്നും പെട്രോൾ കിട്ടില്ല കേട്ടോ. കാരണം ഊട്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗൂഡല്ലൂർ നമുക്ക് പെട്രോൾ കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്രോൾ പമ്പുകളില്ല. അപ്പോൾ നിങ്ങൾ ഈ ഹൈ റേഞ്ചിലേക്കൊക്കെ റൈഡ് വരുമ്പോൾ എപ്പോഴും നമ്മളെ ടാങ്ക് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അവിടേക്ക് എത്താനുള്ള പെട്രോൾ ഉണ്ടെന്ന് നമുക്ക് മീറ്ററിൽ കാണിച്ചാലും നിങ്ങളൊന്നുകൂടി ഫില്ല് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഹൈ റേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല RPM-ലായിരിക്കും വണ്ടി പോവുക. അപ്പോൾ എന്താ വെച്ചാൽ പെട്രോൾ നല്ല പോലെ കത്തിപ്പോവും. അങ്ങനെ പ്രശ്നം വരും. പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നെങ്കിൽ ബസ്സിന് പോയി മേടിച്ചുകൊണ്ട് വരണം. നമ്മളെ നാട്ടിലത്തെ പോലെ കുപ്പിയിലൊന്നും ഇവിടെ പെട്രോൾ കിട്ടില്ല. കാരണം ഇവിടെ വാട്ടർ ബോട്ടിൽ മിനറൽ വാട്ടറിൻ്റെ ചെറിയ കുപ്പികളൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ അത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും നമുക്ക് പെട്രോൾ ഇല്ലാതെ കുടുങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ കാര്യം നിങ്ങൾ നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഷോളൂർ എത്താനാകുമ്പോൾ നല്ല കാഴ്ച, നല്ല തേയിലത്തോട്ടവും പച്ചക്കറികളും നല്ല കൃഷിയിടങ്ങൾ തന്നെ കേട്ടോ. ഈ ഷോളൂറിന് ഈ ലെഫ്റ്റ് പോയാലും റൂട്ടുണ്ട് കേട്ടോ. ആ റൂട്ടിന് പോയാലും അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് റൈഡിൽ അവിടെ പോയിരുന്നു. ഇതാണ് ഷോളൂർ ടൗൺ. ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ. അവിടെ ഒരു മിനറൽ വാട്ടർ കൊടുക്കുന്ന ഒരു ATM ബൂത്തൊക്കെ ഉണ്ട്. വേറെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ചായക്കടയും ചെറിയൊരു കടകളൊക്കെ ഉള്ളൂ. ഈ സ്ഥലത്ത് നിന്ന് ഈ ഷോളൂർ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് റോഡ് കാണാം. ഈ റോഡ് വഴി ഇറങ്ങണം കേട്ടോ നമ്മളെ വ്യൂ പോയിന്റിലേക്ക് പോകാൻ. വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഭയങ്കര ഡേഞ്ചറസ് ഏരിയയാണ്. നമ്മളെ സുരക്ഷിതം നമ്മൾ തന്നെ നോക്കണം. കാരണം ഒന്ന് കാല് തന്നിക്കഴിഞ്ഞാൽ താഴത്തോട്ട് പോയാൽ പിന്നെ ആളെ നോക്കണ്ട. അത്രയും താഴ്ചയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കയറ്റൊക്കെ കയറി ഇനി
ഇതിൻ്റെ ടോപ്പിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഈ ലാസ്റ്റ് ഇതാണ് കാണുന്നത്. ഇത് ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം ഓഫ് റോഡാണ്. കട്ടർ അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ തുടങ്ങുകയാണ്. അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, അവിടെ കയറാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യകാലങ്ങളിൽ ഇവിടെ കുറേ ഈ മദ്യപിക്കുന്ന ടീമുകളൊക്കെ വന്നിരുന്നു, കുറച്ച് അലമ്പാക്കിയിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അത് കാരണം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പം അത്ര വലിയ പ്രശ്നമില്ല. അപ്പം നിങ്ങൾ റൈഡ് പോകുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ലൊക്കേഷനൊന്നും നമുക്ക് എന്നും ഇതേപോലെ തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. പ്ലാസ്റ്റിക്കുകളൊന്നും കൊണ്ട് അവിടെ ഇടാതിരിക്കുക. കാരണം വന്യമൃഗങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങളിപ്പോൾ അവിടെ പോയിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ ഈ വരയാടുകൾ, ഈ പാറൻ്റെ മുകളിലൂടെ നടക്കുന്ന ആടുകളില്ല, അതൊക്കെ ഇഷ്ടംപോലെ അവിടെ കാണാം. ആനപ്പിണ്ടങ്ങളുണ്ടായിരുന്നു പോണ സൈഡിലൊക്കെ. അപ്പോൾ വൈകുന്നേരം ഇരുട്ടാവാൻ നിൽക്കരുത് അവിടേക്ക് എത്താൻ. കാരണം അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു ടാസ്ക് പരിപാടിയാണ്. അപ്പം നിങ്ങൾ കഴിയുന്നതും നേരത്തെ തന്നെ പോവാം. അപ്പം ഈ കാണുന്ന അവിടെ ഒരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വാച്ച് ടവർ പോലെ. അതിൻ്റെ അടുത്താണ് ഞങ്ങൾ വണ്ടി നിർത്തുന്നത്. കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. പിന്നെ ആ വാച്ച് ടവറിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ താഴത്തോട്ട് ഒരു 100-150 മീറ്റർ നടന്നു പോകണം. അവിടെയാണ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവനാൻ്റെ ഉത്തരവാദിത്വം അവനാൻ തന്നെ ഏറ്റെടുക്കണം. കാരണം അത്രയും ഡേഞ്ചർ സ്ഥലങ്ങളാണ്. കാരണം ഒരുപാട് സൂയിസൈഡ് പോയിന്റുകളിലും ഹിൽ റോക്കുകളും വ്യൂ പോയിന്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം കണ്ടിട്ടില്ല. കാരണം സാധാരണ സ്ഥലങ്ങളിലൊക്കെ ബാരിക്കേറ്റ് ഉണ്ടാവും താഴത്തേക്ക് പോകാതൊക്കെ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് പാറൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴത്തിനൊക്കെ ഓക്കെയാണ്. അവിടെ നിന്ന് കാല് തന്നിക്കഴിഞ്ഞാൽ താഴത്തെത്തി. നമ്മൾ ആ പാറൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ നമ്മളെ കാലൊക്കെ നല്ല പുളിക്കലോട്ടോ. കാരണം പേടി കാരണം എന്താണ്, നമ്മൾ എത്ര ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആ പാറൻ്റെ ടോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാല് പറയാൻ തുടങ്ങും. കാരണം അത്രയും ഡേഞ്ചർ സ്ഥലമാണ്. അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരുന്നത്. ഇവിടെ താഴത്ത് ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നുണ്ടല്ല, അവിടുന്ന് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെത്തി. പിന്നെ ആളെ നോക്കണ്ട, അത്രയും ഡേഞ്ചർ സ്ഥലം തന്നെയാണ്. കാരണം ഇവിടെ ഒന്നുകൂടെ ഒക്കെ ഡെവലപ്പ് ആക്കാനുണ്ട്. ഇനി ഇവിടെ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചാലും ഈ സ്ഥലങ്ങളിൽ ഈ ബാരിക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒന്നുകൂടി സേഫ്റ്റി ആവും ഈ ഏരിയയൊക്കെ. ഇവിടെ ഓൾറെഡി വാച്ച് ടവറൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അവിടെ ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഊട്ടിയിലേക്ക് പലതവണ പോയിട്ടുണ്ടാവും. ഒരു തവണയെങ്കിലും ഈ ലൊക്കേഷനിലേക്കൊന്ന് കയറുക. ഈ ലൊക്കേഷനും മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഞാനിപ്പോൾ പറയാം, എൻ്റെ 18ാം വയസ്സിൽ എനിക്ക് ലൈസൻസ് കിട്ടിയ ടൈം മുതൽ ഞങ്ങൾ ഊട്ടിയിലേക്ക് റൈഡ് പോണതാണ് ബൈക്കായിട്ട്. ഇതുവരെ ഞങ്ങൾ ഈ ലൊക്കേഷൻ കണ്ടിട്ടില്ലായിരുന്നു. കാരണം മിസ്സായ പ്ലേസ് ആയിരുന്നു. ഇതേപോലെ തന്നെ 3-4 ഹിഡൻ പ്ലേസുകൾ ഇനിയും ഊട്ടിയിലുണ്ട്. അത് അടുത്ത വീഡിയോകളിലായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ കൂടെ അമർത്തണം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ വരുമ്പം നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവരുന്നത് നിർബന്ധമാണ്. കാരണം ഇവിടെ വെള്ളം മറ്റു കാര്യങ്ങളും കിട്ടില്ല. വെള്ളവും സ്നാക്സും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവരണം. ഈ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ചും കൊണ്ടുപോകണം കേട്ടോ. ഒരിക്കലും അത് ഇവിടെ വേസ്റ്റ് ഇട്ട് പോകരുത്. കാരണം വേസ്റ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതലും ഈ വരയാട് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ. കാരണം മല ഏരിയ ആയതുകൊണ്ട് അതാണ് കൂടുതലുണ്ടാകുന്നത്. പിന്നെ ഇവിടെ ടൈഗർ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. അവിടെല്ലാം ലോക്കൽസ് പറഞ്ഞതാണ്. കാരണം വൈകുന്നേരം ടൈഗറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് ഇത്ര ഡേഞ്ചർ. നമുക്ക് ഈ താഴെ കാണുന്നത് നമ്മൾ നേരത്തെ കയറി വന്ന മസനഗുഡി വഴി ഊട്ടിയുള്ള ആ കല്ലട്ടിച്ചൂരട്ടോ താഴത്ത് കാണുന്നത്. അതിൻ്റെ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. നമുക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ആ ലാസ്റ്റ് എയർപിൻറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ മലനിരൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് ഈ അടുത്താണ് അറിഞ്ഞത്. ഇങ്ങനെ ഇവിടെ ഒരു ഏരിയ ഉണ്ട് എന്നുള്ളത്. എന്തായാലും വന്നത് മിസ്സായില്ല. അപ്പോൾ ഞങ്ങളവിടെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.